നമസ്കാരം. ഐശ്വര്യം, സമ്പത്ത് ഇതൊക്കെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ, നമ്മളിലേക്ക് വന്നു ചേരുകയും അത് നിലനിൽക്കുകയും ചെയ്യണമെങ്കിൽ ഭഗവാൻ കുബേരന്റെയും മഹാലക്ഷ്മി ദേവിയുടെയും അനുഗ്രഹമാണ് ഒരുപോലെ വേണ്ടത്. കുബേര പ്രീതിക്കും ഐശ്വര്യത്തിനുമായുള്ള വഴികൾ എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ അധ്യായത്തിൽ പറയാൻ പോകുന്നത്. അതിനാദ്യം വേണ്ടത് ഗൃഹശുദ്ധി വരുത്തുക എന്നതാണ്. കുബേരൻ വരണമെങ്കിൽ, കുബേരന്റെ അനുഗ്രഹം വീട്ടിലേക്ക് വന്നു ചേരണമെങ്കിൽ വീട് ആദ്യം വൃത്തിയായിരിക്കണം എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. മാറാല പിടിച്ച വീടുകളിലോ ഉപയോഗശൂന്യമായ സാധനങ്ങൾ കൂട്ടിയിട്ട ഇടങ്ങളിലോ ലക്ഷ്മി ദേവിയോ കുബേരനോ വസിക്കുകയില്ല എന്ന കാര്യം നമ്മൾ ആദ്യമേ മനസ്സിലാക്കുക. അപ്പോൾ ആദ്യം സന്ധ്യാസമയമാകുമ്പോൾ വൈകുന്നേരം ദീപം തെളിയിക്കുന്ന ആ ഒരു സമയം വീട് അടിച്ചു വാരാനോ അതേപോലെ ഉറങ്ങാനോ ഒന്നും പാടുള്ളതല്ല. ഈ ഒരു സമയത്ത് വീടിന്റെ പ്രധാന വാതിൽ തുറന്നിടുകയും വേണം. ഒരു കാരണവശാലും അടച്ചിടാൻ പാടുള്ളതല്ല. കുബേരന്റെ ദിക്ക് വടക്ക് ദിക്കാണ്. അതുകൊണ്ട് തന്നെ വീടിന്റെ വടക്കു ഭാഗം എപ്പോഴും വൃത്തിയായും ഭാരം കുറഞ്ഞും സൂക്ഷിക്കേണ്ടതും, അവിടെ ചവറ്റുകുട്ടകളോ അല്ലെങ്കിൽ അഴുക്കുള്ള ഒരു കാര്യങ്ങളും ഉണ്ടാകുവാൻ പാടില്ല എന്നതും വളരെയേറെ പ്രധാനമാണ്. ഇനി പണം സൂക്ഷിക്കുന്ന അലമാരയെ കുറിച്ച് പറയുമ്പോൾ, പണം സൂക്ഷിക്കുന്നതായ അലമാര അല്ലെങ്കിൽ പെട്ടി വീടിന്റെ തെക്ക് ഭാഗത്തോ അല്ലെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തോ വെക്കാവുന്നതാണ്. അതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന്റെ വാതിൽ തുറക്കുന്നത് എപ്പോഴും വടക്കോട്ടായിരിക്കണം എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അലമാരയിൽ ഒരു ചെറിയ കണ്ണാടി വയ്ക്കുന്നത് നല്ലത് തന്നെയാണ്. പണം അതിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് തന്നെ ഐശ്വര്യം ഇരട്ടിയാകും. കണ്ണാടിയിൽ പ്രതിബിംബം വന്നു ചേരുകയല്ലേ, അപ്പോൾ ഇരട്ടിക്കുന്നതാണ്. തലപ്പെട്ടിയിൽ കുറച്ച് പച്ചക്കർപ്പൂരമോ അതല്ലെങ്കിൽ സുഗന്ധത്തിനായി ഏലക്കയോ വെക്കുന്നതും കുബേര ഭഗവാന്റെ പ്രീതി, കുബേര ഭഗവാന്റെ കടാക്ഷം വന്നു ചേരുന്നതിന് സഹായിക്കും. ഇനി അടുത്തതായി എല്ലാ ദിവസവും കുളിച്ച് ശുദ്ധിയായി വിളക്ക് കൊളുത്തിയ ശേഷം ഇനി പറയുന്ന ഒരു മന്ത്രം 108 ജപിക്കുന്നത് ഉത്തമമാണ്. അതായത് ഓം യക്ഷായ കുബേരായ വൈശ്രവണായ ധനധാന്യാധിപതയെ ധനധാന്യ സമൃദ്ധി മേ ദേഹിതാവയ സ്വാഹ. അതായത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മഹാലക്ഷ്മി ദേവിക്കൊപ്പം കുബേരനെ ധ്യാനിക്കുന്നത് കുടുംബത്തിൽ നിലനിൽക്കുന്നതായ സകലവിധ കടബാധ്യതകൾ, ദുഃഖങ്ങൾ എന്നിവയൊക്കെ മാറുന്നതിന് ഒരുപാട് സഹായകമാകുന്നതാണ്. ദാനധർമ്മങ്ങൾ മറക്കാതിരിക്കുക എന്നത് മറ്റൊരു പ്രധാന കാര്യമാണ്. അതായത് കൊടുക്കുന്നത് ഒരു ദയം കൂടാതെ പ്രവർത്തിക്കുന്ന ആളുകളുണ്ട്, ആർക്കും 5 പൈസ കൊടുക്കാത്തത്. പക്ഷെ കൊടുക്കുന്ന ആളുകൾ, ദാനം ചെയ്യുന്ന ആളുകൾക്ക് ഭഗവാന്റെ അനുഗ്രഹം കൂടുതലായി വന്നു ചേരും. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് അന്നദാനം മഹാദാനമാണ്, അന്നദാനം നടത്താവുന്നതാണ്. വീടിന് മുന്നിൽ വരുന്നവർക്ക് ഒരു ഗ്ലാസ് വെള്ളമെങ്കിലും കൊടുക്കാതെ അവരെ പറഞ്ഞയക്കാൻ തന്നെ പാടില്ല എന്നതാണ്. പ്രത്യേകിച്ച് അതിഥിയായി വരുമ്പോൾ അവർ ചോദിക്കാതെ തന്നെ അവർക്ക് അന്നപാനാദികൾ കൊടുക്കണം എന്നതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. അത് വിശ്വാസം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ കാര്യം ശ്രദ്ധിക്കുക. വരുന്നവരെ വിഷമിപ്പിച്ച് പുറത്തേക്ക് അയക്കുവാൻ പാടില്ല, അതും ദോഷമായി മാറുന്നതാണ്. ഇനി അതിഥി ദേവോ ഭവ എന്നതാണ് നമ്മുടെ ഒരു അർത്ഥവാക്യമായി അല്ലെങ്കിൽ നമ്മുടെ ഒരു വാക്യമായി നമുക്ക് പറയാനുള്ളത്. അതുകൊണ്ട് തന്നെ വീട്ടിൽ ഭഗവാൻ കുബേരന്റെ അനുഗ്രഹം വന്നു ചേരണമെങ്കിൽ അതിഥികളെ നമ്മൾ യഥേഷ്ടം അവർക്ക് വേണ്ടുന്ന കാര്യങ്ങൾ നൽകി അവരെ സ്നേഹിക്കണം, അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കണം എന്നത് കൂടി മനസ്സിലാക്കുക. കൂടാതെ വീടിന്റെ വടക്ക് വശത്ത് ശുദ്ധജലം നിറച്ച ഒരു പാത്രം വയ്ക്കുന്നത്, അതായത് കുബേര തീർത്ഥം എന്ന് വേണമെങ്കിൽ ഇതിനെ നമുക്ക് പറയാം. ഇങ്ങനെ വെക്കുന്നത് വടക്ക് ഭാഗം കുബേരന്റെ അതുകൊണ്ട് തന്നെ ഭാഗ്യം ഗൃഹത്തിലേക്ക് വന്നു ചേരുന്നതിനെ സഹായിക്കും. ഇനി അടുക്കളയുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അടുക്കളയിൽ എപ്പോഴും കടുക് തീരാതെ സൂക്ഷിക്കേണ്ടതും വളരെയധികം അത്യാവശ്യമാണ്. ഇത് ഐശ്വര്യത്തിന്റെ ഒരു പ്രതീകമായതിനാൽ തന്നെ അടുക്കളയിൽ എപ്പോഴും കടുക് നിറഞ്ഞിരിക്കേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. അതായത് പണം ശരിയായ വഴിയിലൂടെ നമ്മളിലേക്ക് വരണം. അതിന് നമ്മൾ അധ്വാനിച്ചേ മതിയാകും. എങ്കിൽ പോലും ഈ ഒരു പണം നമ്മളിൽ നിലനിന്ന് മുന്നോട്ട് പോകണം. നമുക്ക് എപ്പോഴും ആ ഒരു പണം കൊണ്ട് പലവിധ ഉപയോഗങ്ങൾ, നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടത്തിയെടുക്കണമെങ്കിലും ഭഗവാൻ കുബേരന്റെയും ലക്ഷ്മി ദേവിയുടെ അനുഗ്രഹം ഉണ്ടെങ്കിൽ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അപ്പോൾ അതിന് ഭക്തിയോടുകൂടി നമ്മൾ ഈ പണത്തെ ആരാധിക്കണം. അതായത് പണത്തെ നമ്മൾ ഒരു കാരണവശാലും അലക്ഷ്യമാക്കി ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ പണത്തെ വലിച്ചെറിയോ ഒന്നും ചെയ്യരുത്. ഇങ്ങനെ ചെയ്താൽ തന്നെ ലക്ഷ്മി ദേവി എപ്പോ ഇറങ്ങിപ്പോയെന്ന് ചോദിച്ചാൽ മതി. കാരണം ലക്ഷ്മി ദേവി അങ്ങനെയാണ്. നമ്മുടെ ചെറിയൊരു തെറ്റ് മതി ലക്ഷ്മിക്ക് കോപം ഉണ്ടാകാനായിട്ട്. അതുകൊണ്ട് ചെറിയൊരു സന്തോഷം മതി ലക്ഷ്മി ദേവി നമ്മളിലേക്ക് വന്നു ചേരാൻ. അതുകൊണ്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക. വീട്ടിൽ ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് വലിയ വലിയ മാറ്റങ്ങളും നേട്ടങ്ങളുമാണ് എന്നതുകൂടി മനസ്സിലാക്കുക.
ഈശ്വരാനുഗ്രഹം എല്ലാവരിലും ഉണ്ടാകട്ടെ. നല്ല ചിന്തകളുടെയും നല്ല പ്രവർത്തികളുടെയും ഒക്കെ ഒരു വിളനിലമായി മാറട്ടെ എല്ലാവരുടെയും ജീവിതവും മനസ്സും. അപ്പോൾ ഓരോ ദിവസവും ഐശ്വര്യം നിറഞ്ഞതായി മാറട്ടെ. പ്രത്യേകിച്ച് നാളത്തെ ദിവസം മുതൽ നിങ്ങൾ ഈ ഒരു കാര്യമൊക്കെ പാലിച്ച് മുന്നോട്ട് പോവുകയാണെങ്കിൽ സർവശക്തന്റെ അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി വന്നു ചേരും. ഏവർക്കും മംഗളം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നന്ദി.